ഇന്ന് രണ്ട് ടൈപ്പിലുള്ള ചോക്ലേറ്റ് ഗനാഷാണ് ചെയ്യാൻ പോകുന്നത്. സ്പ്രെഡബിൾ ആയിട്ടുള്ള ഗനാഷും അതേപോലെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷും. ആദ്യം സ്പ്രെഡബിൾ ഗനാഷ് തയ്യാറാക്കാം. ഇത് 2:1 എന്ന റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി ക്രീം എടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാൻ വേണ്ടി. ഇനി സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ബബിൾസ് വരുമ്പോൾ നമുക്കിത് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം സ്പാച്ചില വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തത് മോഡിൻ്റെ ഒരു ബാറും അതിൻ്റെ ഒരു പകുതി ചോക്ലേറ്റുമാണ്. അതിൻ്റെ ഒരു ബാർ എന്ന് പറയുന്നത് 125 ഗ്രാം വരുന്നുണ്ട്. ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഞാനിത് 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി സ്പ്രെഡബിൾ ആയിട്ടുള്ള ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് തിക്നെസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഞാനിതൊരു 2 സെക്കൻഡ് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത ശേഷമുള്ള കൺസിസ്റ്റൻസിയാണ്. ഇനി ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷ് തയ്യാറാക്കാം. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് ചോക്ലേറ്റ് എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ ക്രീം എടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതും ഇത് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. തിളച്ച് വരരുത്. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ ഇത് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം എടുത്തതുകൊണ്ട് ഞാൻ ചോക്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ബട്ടർ ചേർത്തതിനാൽ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. ഇനി ഇത് 2 മിനിറ്റിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റായിട്ട് റൂം ടെമ്പറേച്ചറിലായ ശേഷമാണ് ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.